ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള കപ്പലണ്ടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കപ്പലണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്ന കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ അളവിൽ ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്ന സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ബട്ടറിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഞാൻ നെയ്യില്ലാത്തതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യുടെ നല്ലൊരു മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് ചൂടായി വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു കപ്പലണ്ടിയാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ്. ഇനി ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരുപാട് നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കൈകൊണ്ടൊക്കെ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂട് സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഡ്ഡലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെയോ മാവാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയും ചോറും ഉഴുന്നൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള അതേ മാവാണിത്. തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ സോഡാപ്പൊടിയും ഉപ്പൊന്നും ചേർക്കാത്ത മാവാണ്. ബാക്കി വന്നിട്ടുള്ള നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ചുട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മാവ് എടുക്കരുത്. ആ മാവിന് കുറച്ചെങ്കിലും പുളിപ്പ് കാണും. അതുകൊണ്ട് അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു മധുരമുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുളിപ്പ് ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 80 ml കപ്പിൻ്റെ അളവിൽ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പലഹാരം സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു നുള്ളു സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വിസ്ക് വെച്ചിട്ടാവുമ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു 1/2 കപ്പ് വെള്ളം കറക്റ്റാണ്, ഇത്രയും മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാനൊരു കയ്യിൽ കൊണ്ട് ഇതുപോലെ കോരി കാണിച്ചു തരാം. ഒരുപാട് നല്ല കട്ടിയുമല്ല, എന്നാൽ നല്ല ലൂസും അല്ല, ഒരു ഇടത്തരം പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്.
ഇനി ആദ്യം ഇതിലേക്ക് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കപ്പലണ്ടി മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ 2 തട്ടിലും ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് KG കുട്ടികൾക്ക് 10 മണിക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഇതാവുമ്പോൾ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു എന്നുള്ള ആ ഒരു ഇതും വേണ്ട, ആവിയിലാണ് വേവിച്ചെടുക്കുന്നതും. ഇപ്പം ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഈ ഒരു 2 തട്ടും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇളകി വരികയും ചെയ്യും. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളുമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.